ഇവിടയിൽ വളരെ നിർണായകമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. ഇതിൽ ഡൊണാൾഡ് ട്രംപ് ഒരു പോസ്റ്റ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബ്ലോക്കേഡാണ് ഇറാനെതിരെ അമേരിക്ക നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പോസ്റ്റ് പങ്കുവയ്ക്കാനുള്ള കാരണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു നയം, ഇറാൻ യുദ്ധത്തിനെ ട്രംപ് നയിക്കുന്ന രീതി, ഇതിൽ അവരെല്ലാം ഫ്രസ്ട്രേറ്റഡ് ആണ് എന്നുള്ള രീതിയിൽ വാർത്തകൾ പലതും വരുന്നുണ്ട്. അതൊരു പരിധിവരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇറാൻ്റെ ബ്ലോക്കേഡ്, അതിനെ വലിയ രീതിയിൽ പ്രശംസിച്ചുകൊണ്ടാണ് ട്രംപ് ഞാൻ വളരെ എഫക്റ്റീവായിട്ടുള്ള ബ്ലോക്കേഡാണ് നടത്തുന്നത്, സ്റ്റീൽ ബ്ലോക്കേഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇറാൻ്റെ ഉള്ളിൽ ഇൻഫ്ലേഷൻ വളരെ കൂടുതലാണ്. ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസസ്ക്യാൻ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 ദിവസങ്ങൾക്ക് മുമ്പ് സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് അമേരിക്കയുടെ ബ്ലോക്കേഡ്, ഓയിൽ റവന്യൂവിൻ്റെ വരവ് കുറഞ്ഞത്, ഇതെല്ലാം തന്നെ ഇറാൻ്റെ ഉള്ളിൽ ഇൻഫ്ലേഷൻ വല്ലാത്ത രീതിയിൽ കൂടാൻ കാരണമായി തീർന്നിട്ടുണ്ട്. സോ ഇനിയും ഇൻഫ്ലേഷൻ കൂടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിൽ ചൈനയുമായിട്ടുള്ള ഓയിൽ ട്രേഡ് ഇറാൻ നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയോട് തന്നെ ചോദിക്കേണ്ടി വരും. ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള നേവൽ ബ്ലോക്കേഡ് നടപ്പിലാക്കുന്ന അമേരിക്ക ഇറാൻ ഓയിൽ ചൈനയിലേക്ക് എത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ക്ലാരിറ്റി തരുന്നില്ല. അമേരിക്കയ്ക്കും ഒരു തരത്തിലുള്ള ഇരട്ടത്താപ്പ് ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇറാനെ ട്രംപ് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, അതുപോലെ ഇറാനെയും ഇസ്രായേലെയും ബാലൻസ് ചെയ്തുകൊണ്ട് ട്രംപ് നടത്തുന്ന ചില നാടകങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള റിഫ്റ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിലവിൽ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ അമേരിക്ക നടത്തുന്ന ബ്ലോക്കേഡുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ആണിത്. ഇനി അടുത്ത വിഷയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ Su-24 എന്ന് പറഞ്ഞ ഫൈറ്റർ ജെറ്റ് എടുത്തുകൊണ്ട് ഇറാൻ ഖത്തറിന് മേളിൽ ചെന്ന് അവിടുത്തെ അമേരിക്കൻ എയർബേസിൽ ബോംബിംഗ് നടത്താൻ വേണ്ടിയിട്ട് ചെന്ന സമയത്ത്, അതായത് കഴിഞ്ഞ 40 ദിവസത്തെ യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ Su-24 എന്ന് പറഞ്ഞ 2 ഫൈറ്റർ ജെറ്റുകളെ ഖത്തർ എയർ ഡിഫൻസ് അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് അതിൽ ഒരു പൈലറ്റ് കൊല്ലപ്പെട്ടു, 3 പേര് ഖത്തറിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് ഇറാൻ ഇന്ന് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പണ്ടേ സംശയമുണ്ടായിരുന്നു, പക്ഷേ ഇറാൻ അംഗീകരിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ പോയി ഒരു അറ്റാക്ക് ഒന്നും നടത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് Su-24 എന്ന് പറഞ്ഞ ഫൈറ്റർ ജെറ്റിൽ ഇറാൻ പോയി അമേരിക്കൻ ബേസുകൾക്ക് മേളിൽ ബോംബിംഗ് നടത്തി എന്നാണ് ഇന്ന് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യഗൗരവം മനസ്സിലായല്ലോ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഖത്തറിൻ്റെ എയർ ഡിഫൻസിൽ 2 ഫൈറ്റർ ജെറ്റുകൾ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തി, 3 പൈലറ്റുമാർ ഇപ്പോൾ ഖത്തറിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഒന്ന് ജാവേദ് സലേഹി, അബ്ദുൽ മജീദ് ദസ്തിയാൻ, ഒമർ ബൈറൂഷിയൻ. ഈ 3 പൈലറ്റുമാരെയും റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാൻ ഖത്തറുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ബ്ലോക്കേഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഓയിലിന് വേണ്ടിയിട്ട് കുറച്ച് ഹൈ പ്രൈസ് കൊടുക്കേണ്ടി വന്നേക്കാം, പക്ഷെ അതിൽ റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത്തരത്തിലുള്ള ഒരു ബാഡ് റെജീം, ഒരു ഈവിൽ പവറിനെതിരെയാണ് അമേരിക്ക യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഓയിൽ പ്രൈസ് ഇച്ചിരി കൂടുതൽ കൊടുക്കേണ്ടി വന്നാലും അതങ്ങ് സഹിക്കുക എന്നാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയ്ക്ക് മാത്രമല്ല, മൊത്തത്തിൽ ഗ്ലോബലി ട്രംപ് കൊടുക്കുന്നൊരു മെസ്സേജാണിത്. കാരണം ആഗോളതലത്തിൽ ഇറാൻ ഒരു ഈവിൽ പവറാണ്. അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെതിരെ, ഈവിലിനെതിരെ നടത്തുന്ന യുദ്ധമായിട്ടാണ് ട്രംപ് ഇതിനെ ചിത്രീകരിക്കുന്നത്. പ്രത്യേകിച്ച് ഇറാൻ യുദ്ധം അങ്ങനെ പെട്ടെന്നൊന്നും അവസാനിക്കില്ല. എന്തായാലും നെതന്യാഹുവും ഗാസയിൽ ട്രംപ് മുന്നോട്ട് വെച്ച് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന പീസ് അക്കോർഡുമായിട്ട് സൈൻ ചെയ്ത് മുന്നോട്ട് പോവില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ട്രംപിന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ഓയിൽ പ്രൈസ് കൂടിയാലും ഇറാനെതിരെയുള്ള നിലപാട്, ആ ഈവിൽ പവർ രാജ്യം ഒരിക്കലും ന്യൂക്ലിയർ പവർ രാജ്യമായിട്ട് മാറാൻ പാടില്ല എന്നാണ് ട്രംപ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇന്ന് ഇസ്രായേലിൻ്റെ ഉള്ളിൽ, ഇസ്രായേലിൽ മാത്രമല്ല ആ മേഖലയിൽ തന്നെ കനത്ത ചൂട് അനുഭവപ്പെടുന്ന ഈ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള മഴയും വെള്ളപ്പൊക്കവും അപ്രതീക്ഷിതമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ സമ്മർ റെയിൻ ഫ്ലഡ് ഇൻ ജെറുസലേം എന്നാണ് ഹെഡ്ലൈൻ തന്നെ വന്നിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഫൂട്ടേജസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്.
شباب الوضع مش طبيعي. والله ما جابت بالشتاء زيها. شوفوا يا اخوان، شوفوا الماي. شباب المصارف مش ملاحقه، كل المناهل مفتوحه. Israeli force intensified attack on Ali Al Tahir Ridge in South Lebanon. സദൻ ലെബനാൻ ഭാഗത്ത് മാരകമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ ഇന്നലെ അഴിച്ചുവിട്ടത്. ഇന്നലെയും ഹെസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണം ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് അവർ ടാർഗറ്റ് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു. 3 IDF സോൾജേഴ്സ് ഇഞ്ചുർഡ് ആയിട്ടുണ്ട്. ഇസ്രായേലി ഫൈറ്റർ ജെറ്റ് റിപ്പീറ്റഡ്ലി സ്ട്രക്ക് അലി അൽ താഹിർ റിഡ്ജ് ഏരിയ, ഫാർ റുമാനെ, ഇത്രയും സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ ഹെസ്ബുള്ളയുടെ അണ്ടർഗ്രൗണ്ട് ടണൽ കണ്ടെത്തി അതും ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉക്രൈൻ വിഷയം കുറച്ച് ഡേഞ്ചറസ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഈ യുദ്ധത്തിൽ ഉക്രൈനെ ഒരു വലിയ ഡ്രോൺ മാനുഫാക്ചറിങ് രാജ്യമായിട്ട് തന്നെ മാറ്റിയിരിക്കുക. കാരണം അത്രമാത്രം ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ടാണ് ഉക്രൈൻ്റെ ഉള്ളിൽ ഡ്രോൺ മാനുഫാക്ചറിങ് നടക്കുന്നത്. പ്രത്യേകിച്ച് FP Drone 1, FP Drone 2 എന്നുള്ള 2 കാറ്റഗറിയിലുള്ള ഡ്രോണുകളാണ് അവർ നിർമ്മിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബൽ ചാനലിൽ പബ്ലിഷ് ചെയ്യാം. കാരണം അത് ഇന്ത്യക്കും കൂടി ദോഷകരമായി മാറുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ 822 ഡ്രോണുകളാണ് ഉക്രൈൻ റഷ്യക്കെതിരെ ഉപയോഗിച്ചത്. പ്രത്യേകിച്ച് റഷ്യക്ക് അതിൽ വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഈ 822 ഡ്രോണുകൾ അയച്ചതിൽ 600 ഡ്രോണുകൾ മോസ്കോയിലേക്കാണ് ഉക്രൈൻ അയച്ചു വെച്ചത്. വൺ ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് സ്ട്രക്ക് കംപ്ലീറ്റ് വൈൽഡ് ബെറീസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ വെയർഹൗസുകൾ, ലോജിസ്റ്റിക് ഹബ്ബ് ടാർഗറ്റ് ചെയ്താണ് അറ്റാക്ക് നടത്തിയത്. ഈ ഡ്രോണുകൾ മെയിൻലി അതാണ് ടാർഗറ്റ് ചെയ്തത്. 45 കിലോമീറ്റർ ഫ്രം മോസ്കോ ആ ഏരിയയിൽ മാരകമായിട്ടുള്ള അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ഉക്രൈൻ. എ ഹ്യൂജ് പ്ലം സ്മോക്ക് ഉയർന്നു പൊങ്ങിയിട്ടുണ്ടായിരുന്നു. Перекинется, на понял, налево будет. Ну вот я вижу уже 3 блока вот слева. ഓൾറെഡി തന്നെ ഒരു 4-5 വൈൽഡ് ബെറി സ്റ്റോറുകളിൽ ആക്രമണങ്ങൾ ഉക്രൈൻ ഓൾറെഡി നടത്തിയിട്ടുണ്ട്. ഇനി ഒരു 30 വൈൽഡ് ബെറീസ് സ്റ്റോറേജ് ഗോഡൗൺസ് ആണ് ഉള്ളത്. അതിൽ 14 ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ഭാഗികമായിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. അത്തരത്തിൽ ഈ വൈൽഡ് ബെറീസ് ലോജിസ്റ്റിക് ഹബ്ബ് കേന്ദ്രീകരിച്ചാണ് ഉക്രൈൻ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. യമനിലെ ഹൂത്തികൾ സൗദി ബാക്ക്ഡ് യമനി ട്രൂപ്പിന് നേരെ മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. അവർ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൗദി ഹെൽപ്ലെസ് ആയിട്ട് നീങ്ങുന്നൊരു സാഹചര്യമാണ്. ഇന്നലെ മാരിബ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയത്. സഹനൽ ജിൻ എന്ന് പറഞ്ഞ ഒരു മിലിറ്ററി ക്യാമ്പ്, പ്രത്യേകിച്ച് സൗദി ബാക്ക്ഡ് യമനി ഗ്രൂപ്പുകളുടെ മിലിറ്ററി ക്യാമ്പാണ് ഹൂത്തികളുടെ ആക്രമണത്തിന് ഇരയായത്. അതുപോലെ മാരിബിൽ മാത്രമല്ല, ഹദ്രാമത്ത്, മൊച്ച, സ്പെയിൻ്റെ ഉള്ളിൽ 2 ആഴ്ചയ്ക്ക് മുമ്പ് 72,000 മൊറോക്കൻസ് കടന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഇല്ലീഗൽ ഇമിഗ്രൻ്റ് എന്നുള്ള പേരിലാണ് അവർ കടന്നു കയറിയത്. അപ്പോൾ അതിൽ 10,000 പേർ ഇപ്പോഴും സിയോട്ടയിൽ തന്നെ തുടരുന്നതായിട്ടും അവരെ തുരത്താൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഫോഴ്സിനെ സ്പെയിൻ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെ തിരഞ്ഞുപിടിച്ച് മൊറോക്കോയിലേക്ക് തിരികെ അയക്കുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. മൊറോക്കോയും അവരുടെ ബോർഡർ സെക്യൂരിറ്റി ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അവരും ബോർഡറിലൂടെ മൊറോക്കൻസ് ഈ സ്പെയിൻ്റെ പ്രദേശത്തിനുള്ളിൽ കടന്നു കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവരും നടത്തുന്നത് എന്നാണ് അവർ പറയുന്നത്. എന്നാലും ആൾക്കാർ കടന്നു കയറുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് സ്പെയിൻ്റെ ഉള്ളിലുള്ള അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാർ സ്പെയിൻ്റെ ഉള്ളിൽ കടന്നു കയറുമ്പോഴും യൂറോപ്പിൻ്റെ അവസ്ഥ പൊതുവെ ഇങ്ങനെയാണ്. ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അറബ് വസന്തത്തിന് ശേഷം ഏറ്റവും ദുരന്തമായി മാറിയത് യൂറോപ്പാണ്. അപ്പോൾ ആ യൂറോപ്പിൻ്റെ ഗതികേടാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജൂലൈ 2026 മാത്രം 19,171 പേര് അൺഎംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ജോലിയില്ല എന്ന് പറഞ്ഞ്. 79.6% എവറി മന്ത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അൺഎംപ്ലോയ്മെൻറ്റ്. കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇൻക്രീസിങ് മൈഗ്രൻറ്റ്,
ഫോറിൻ നാഷണൽസ്. ഇതിൻ്റെ വർധനവ് കാരണമാണ് അൺഎംപ്ലോയ്മെൻറ്റ് സ്പെയിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ആകുന്നത് എന്നാണ് സ്പെയിൻ പറയുന്നത്. ജൂൺ 30 വരെയുള്ള കണക്കനുസരിച്ച് 11 ലക്ഷം പേര് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 4 വർഷത്തെ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ 5 ലക്ഷം പേർക്ക് ജോലി കിട്ടാനുണ്ട് താൻ വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കുകയാണ്. അപ്പം ഈ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ പല രാജ്യങ്ങളും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. ഷെയ്ഖ് ഖലീഫ മുസ്തഫ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ഇയാൾ ഇലിനോയ്സിലുള്ള ഒരു ഇസ്ലാമിക് സ്കോളറാണ്. പുള്ളിക്കാരൻ്റെ പ്രസ്താവന എന്താണെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രസ്താവനയാണ്. ഹി കോൾഡ് ഫോർ ഗ്രേറ്റർ മുസ്ലിം റെപ്രസെൻറ്റേഷൻ ത്രൂ ഔട്ട് അമേരിക്കാസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അമേരിക്കൻ പഠന കേന്ദ്രങ്ങളിൽ, സ്കൂളുകളിൽ, കോളേജുകളിലൊക്കെ മുസ്ലിം റെപ്രസെൻറ്റേഷൻ വേണം എന്നാണ് പുള്ളിക്കാരൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. നല്ല അഭിപ്രായമാണ്. We need Muslims to be in every aspect of life, مش بس في التجارة وفي البزنس وبالبروفيشن. بدنا Muslims في البوليس، وبدنا Muslims بالفيدرال ايجنتس، وبدنا Muslims بالفاير ديبارتمنت، وبدنا Muslims بالبنتاغون، وبدنا Muslims بالوايت هاوس، وبدنا Muslims بالسنت وبالنيم ات. Because we believe if we can produce leaders that still can hold on some of these values, we can change the world إن شاء الله تعالى. We need to shift. وفينا نفيد غزة أكثر ما يفيدها أي واحد ثاني، وفينا نفيد سوريا أكثر ما يفيدها أي واحد ثاني، والسودان والصين والمسلمين تبعون الروهينجا. Including the police, Pentagon, White House and US Senate, arguing that Muslims should attain leadership position to help change the world. ലോകത്തെ മാറ്റിമറിക്കാൻ ഞാൻ മേൽപ്പറഞ്ഞ മേഖലകളിലൊക്കെ മുസ്ലിം പാർട്ടിസിപ്പേഷൻ വളരെ വളരെ അനിവാര്യമാണ്. അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ള ഇൻഫർമേഷനാണ് ഇല്ലിനോയ്സിലുള്ള ഈ ഇസ്ലാമിക് സ്കോളർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ്റെ താലിബാൻ അമേരിക്കയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്നും വിട്ടുപോയിട്ട് 5 വർഷമായി. ഈ 5 വർഷത്തിന് ശേഷമാണ് താലിബാൻ ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത്. സോഫാർ അമേരിക്ക ഇതുവരെ താലിബാനെ ഒരു ഒഫീഷ്യൽ ഗവൺമെൻറ്റായിട്ട് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ആ സാഹചര്യത്തിൽ അമേരിക്ക എന്ത് തീരുമാനമെടുക്കുമ്പോൾ നമുക്കറിയില്ല. കാരണം പല തീവ്രവാദ സംഘടനകൾക്ക് നേതൃത്വം നൽകിയ നേതാക്കളെയൊക്കെ ട്രംപ് ഇപ്പം എൻഡോസ് ചെയ്ത് അവരെയൊക്കെ ലോക നേതാക്കളിൽ ഒരാളായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ താലിബാനെയും അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. താലിബാൻ എന്തിനു വേണ്ടിയിട്ടുള്ള പുറപ്പാടാണെന്ന് അറിയില്ല, പക്ഷേ അമേരിക്കയുമായിട്ടൊരു പോസിറ്റീവ് അപ്രോച്ച് താലിബാൻ ആഗ്രഹിക്കുന്നുണ്ട്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ലെബനൻ്റെ ഉള്ളിൽ ഇസ്രായേലിൻ്റെ ആർമി തുടരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഹെസ്ബുള്ളയാണ്, ഹെസ്ബുള്ള മാത്രമാണ്, അല്ലാതെ ലെബനൻ ഗവൺമെൻറ് അല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ലെബനനിലെ ജോസഫ് ആബൻ ഗവൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഹെസ്ബുള്ളയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അമേരിക്കയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ലെബനൻ്റെ ഉള്ളിൽ നിന്നും ഇസ്രായേൽ പുറത്തു പോവേണ്ടതില്ല എന്നാണ്. ആ സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഗാസയിൽ അൽ കുവൈറ്റി സ്ക്വയറിലും അതുപോലെ തന്നെ സലാദിൻ റോഡ്, ഈസ്റ്റേൺ ഗാസ, ഈ 2 മേഖലകളിലും IDF ബ്ലോക്കേഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മെയിൻ റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഞാൻ ഈ മാപ്പിൽ കാണിക്കുന്ന ആ ലൊക്കേഷനിൽ ഡയറക്റ്റായിട്ട് ഈ 2 റോഡുകൾക്കും ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസേജ് ഇല്ല. ഇതൊരു എഡ്ജ് റോഡായിട്ടും ഇപ്പുറത്തുള്ളൊരു എഡ്ജ് റോഡായിട്ടും അത് മാറി നിൽക്കുകയാണ്. അപ്പോൾ നടുക്കുള്ള ഏരിയകളിൽ IDFന് പൂർണ്ണമായിട്ട് കടന്നു വരാനുള്ള സാഹചര്യമുണ്ട്. ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഗാസയിൽ യെല്ലോ ലൈൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ചുരുങ്ങാണ്. അത്തരത്തിലുള്ള നീക്കമാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഗാസയ്ക്കുള്ളിൽ 2 UAV സ്ട്രൈക്ക്, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ഡ്രോൺ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അൽ മവാസി നിയർ ഖാൻയൂനിസ് ഭാഗത്തും നോർത്തേൺ നുസൈറാത്ത് റെഫ്യൂജി ക്യാമ്പിൻ്റെ ഭാഗത്തുമാണ് അറ്റാക്ക് നടത്തിയത്. 2 ഹമാസ് ഫാമിലികളെ ടാർഗറ്റ് ചെയ്താണ് ഇവിടെ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അൽ മവാസിയിൽ അൽ റായി ഫാമിലിയെ ടാർഗറ്റ് ചെയ്ത് ആക്രമണം നടത്തിയിട്ടുണ്ട്. അതുപോലെ നുസൈറാത്ത് സൈഡിൽ റഫാത്ത് അബു ഖൈസ എന്ന് പറഞ്ഞ ഹമാസ് മെമ്പറിൻ്റെ ഫാമിലി ടാർഗറ്റ് ചെയ്താണ് ഈ ഡ്രോൺ അറ്റാക്ക് നടത്തിയിരിക്കുന്നത് ഇസ്രായേൽ. ദ മിലിറ്ററി വിങ് ഹമാസ് കൺഫേംഡ് 15 years old ബോയ് ഹയേർഡ് ബൈ ഹമാസ്. 15 വയസ്സുള്ള കൊച്ചുകുട്ടി, അത് പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഈ 15 വയസ്സുകാരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സൊഹൈബ് ലബാഡ് എന്ന് പറഞ്ഞ 15 വയസ്സുകാരനാണ് കൊല്ലപ്പെട്ടത്. ഈ 15 വയസ്സുകാരൻ സെർവ്ഡ് മിലിറ്ററി വിങ് ഫൈറ്റിംഗ്, അതേപോലെ പ്ലാന്റിംഗ് എക്സ്പ്ലോസീവ്സ്, അതുപോലെ ഫയറിംഗ് RPG അഗെയിൻസ്റ്റ് IDF, ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ
ഈ 15 വയസ്സുകാരൻ ഏർപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇസ്രായേലിൻ്റെ കൈ കൊണ്ട് തന്നെ അവൻ എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഈ 15 വയസ്സുകാരനായിട്ടുള്ള ഈ ഭീകരവാദിയെ എലിമിനേറ്റ് ചെയ്തതിനെ തുടർന്ന് ഹമാസ് ആണെങ്കിൽ 15 വയസ്സ് കൊച്ചുകുട്ടിയെ, സിവിലിയൻസിനെ IDF ഉദ്യോഗസ്ഥരെ ടാർഗറ്റ് ചെയ്ത് കൊലപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളാണ് ഹമാസിൻ്റെ സൈഡിൽ നിന്നും പുറത്തേക്ക് വന്നത്. ഈ 15 വയസ്സുകാരനെ കുറിച്ചുള്ള കംപ്ലീറ്റ് വീഡിയോ ഫുട്ടേജസ് ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട്. ഇനി സൗദി അറേബ്യക്കുള്ളിൽ നടക്കുന്ന റിഫോർമേഷൻ, സൗദിയും ഇസ്രായേലും തമ്മിൽ നോർമലൈസേഷനിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് സൗദി അറേബ്യയ്ക്കുള്ള അക്കാഡമിക് എഡ്യൂക്കേഷനിൽ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷനിൽ ഒരു പ്രത്യേക സെൻറ്റൻസ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതായത് ഇത്രയും കാലവും ഈ വിഷയം സൗദി അറേബ്യക്കുള്ളിൽ പഠിപ്പിക്കപ്പെടുന്നു. സൗദി അറേബ്യക്കുള്ളിൽ മാത്രമല്ല, പരമാവധി ഇസ്ലാമിക രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ വിഷയങ്ങൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ആ വിഷയം കൃത്യമായിട്ട് എടുത്ത് നീക്കിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ UAE പോലത്തെ രാജ്യങ്ങളിലൊന്നും പഠിപ്പിക്കപ്പെടുന്നില്ല. മറ്റ് ചില രാജ്യങ്ങൾ, പ്രത്യേകിച്ച് തീവ്ര നിലപാടുള്ള ഇസ്ലാമിക ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിലുള്ള റിഫോർമേഷനൊന്നും നടത്താത്ത രാജ്യങ്ങളിൽ ഇപ്പോഴും ഇത് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഹിസ് റിമാർക്സ് ഫോളോഡ് എ ന്യൂ റിപ്പോർട്ട് ബൈ ഇസ്രായേലി എഡ്യൂക്കേഷൻ വാച്ച്ഡോഗ് ഇംപാക്ട് വിച്ച് എക്സാമിൻഡ് 136 Saudi textbooks from 2024 to 2026 that documented the removal of modification of material deemed intolerant towards Jews and Christians. Among the changes cited, 11th grade പാഠപുസ്തകത്തിൽ അവർ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് 11th ഗ്രേഡ് അറബിക് ടെക്സ്റ്റ് ബുക്കിലാണ് ഈ സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത്. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, മുസ്ലിംസ് വിൽ നെവർ ഗിവ് അപ്പ് ജെറുസലേം വൈൽ ദ എക്സ്പ്രഷൻ ദ സയനിസ്റ്റ് എനിമി വാസ് റീപ്ലേസ്ഡ് വിത്ത് ദ ഇസ്രായേലി ഓക്കുപ്പേഷൻ. ഈ സ്റ്റേറ്റ്മെൻറ്റാണ് പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. സ്ലോലി ഇത് നീക്കം ചെയ്താൽ മാത്രമേ ഈ യഹൂദനോടുള്ള വിരോധം ബേസിക്കലി സൗദിക്കുള്ളിൽ നിന്നെങ്കിലും മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ MBSന് അത്ര എളുപ്പമല്ല ഇസ്രായേലുമായിട്ട് നോർമലൈസേഷനിലേക്ക് പോകുന്നത്. കാരണം ഇതിനു മുമ്പ് ഇത്തരം വിഷയങ്ങൾ അവരുടെ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് ഗാസയ്ക്കുള്ളിൽ ട്രംപ് റീകൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പശ്ചാത്തലത്തിൽ UNRWA ഇവർ ഗാസയ്ക്കുള്ളിൽ എഡ്യൂക്കേഷൻ നടത്തുന്ന വ്യക്തികളാണ്. എഡ്യൂക്കേഷൻ നടത്തുന്ന UN-ൻ്റെ സപ്പോർട്ടോടു കൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അപ്പോൾ ഈ സംഘടന ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് UNRWA ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഗാസയ്ക്കുള്ളിൽ ഒരു സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് കൊണ്ടുവരാൻ പാടുള്ളൂ. UNRWA മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് അവിടെ പാടില്ല. കാരണം പഠിപ്പിക്കേണ്ടത് ഞങ്ങളാണ്. അതായത് ഇവർ വീണ്ടും, ഇപ്പം ഞാൻ ഈ സൗദി അറേബ്യയിൽ നിന്ന് പാഠപുസ്തകങ്ങളിൽ നിന്ന് എടുത്ത് നീക്കിയ വിഷയമുണ്ടല്ലോ, ഇത് പാലസ്തീൻ്റെ ഉള്ളിൽ നിരന്തരം പഠിപ്പിക്കപ്പെടുന്ന വിഷയങ്ങളാണ്. ഇതിൽ കൂടുതൽ വർഗീയപരമായി ചിന്തിക്കുന്ന രീതിയിലുള്ള പഠന രീതികളാണ് ഗാസയ്ക്കുള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുത്തിത്തിരിപ്പ് വീണ്ടും ഗാസയ്ക്കുള്ളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ UNRWA വീണ്ടും അമേരിക്കയുടെ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനോടൊപ്പം ഞങ്ങളെയും കൂടി ചേർക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കിയത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.